ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ, ആനുവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. മുൻ വർഷത്തെയാണ്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2016-17 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉദ്ഗ്രഥനം ചോദ്യപേപ്പറാണ്, അതായത് ഇൻ്റഗ്രേഷൻ. ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുക. ഇൻ്റഗ്രേഷൻ ഡേ 1ഉം മലയാളം മീഡിയത്തിന് ഉദ്ഗ്രഥനം എന്നാണ് പറയുക. അത് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഈ ഉദ്ഗ്രഥനം ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും കണക്കിൻ്റെയും കൂടെ ഒന്നിച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇംഗ്ലീഷിന് വേറെ ചോദ്യപേപ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ഒന്നാം ദിവസവും ഉണ്ട്, രണ്ടാം ദിവസവും ഉണ്ട്, മൂന്നാം ദിവസം, അങ്ങനെ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാം ദിവസത്തെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അവിടെ പേര് എഴുതാനുള്ള സ്ഥലമുണ്ട്, നിങ്ങളുടെ സ്കൂളിലെ പേര് എഴുതാനുള്ളത് ഉണ്ടാവും. ഇവിടെ പേര്, സ്കൂൾ പേരും എഴുതണം. വർക്ക്ഷീറ്റ് 1, വർക്ക്ഷീറ്റ് 1 എന്താ ചെയ്യാൻ പറയുന്നത്? സുബുവിന്റെ കൃഷിത്തോട്ടം. അപ്പൊ സുബുവിനെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പൊ സുബുവിന്റെ കൃഷിത്തോട്ടത്തിന് നിറം കൊടുക്കാനാണ് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി, ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ പറയണത്. ഈ ചിത്രത്തിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. ഓക്കെ, ഇതാണ് വർക്ക്ഷീറ്റ് 1. പിന്നെ എന്തും കൂടെ ചെയ്യേണ്ടത്? ഇവിടെ ഒരു സംഭാഷണം എഴുതാൻ പറയുന്നുണ്ട് അല്ലേ? അതായത് നമ്മുടെ ജഗ്ഗു, നമ്മുടെ 10ാമത്തെ പാഠത്തിലെ ജഗ്ഗുവും അപ്പോൾ നമ്മുടെ സുബുവും തമ്മിലുള്ള സംഭാഷണം. സുബു എന്ന് പറയുന്നത് ഒരു കരടിയാണ് അല്ലെ, ജഗ്ഗു എന്ന് പറയുന്നത് ഒരു ആനക്കുട്ടിയാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഓക്കെ, അതായത് നമ്മുടെ ജഗ്ഗുവിന് നമ്മുടെ സുബ്ബുക്കരടി അവന്റെ തോട്ടത്തിലെ പഴം കൊടുക്കുകയാണ് കഴിക്കാൻ. അപ്പൊ ജഗ്ഗു ചോദിക്കുകയാണ്, ഈ പഴം എവിടെന്നാ, നിനക്ക് എവിടെന്നാ ഈ പഴം ചോദിക്കുക. അപ്പൊ സുബ്ബു അതിന് മറുപടി പറയണം. അങ്ങനെ ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ സംഭാഷണം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ സുബ്ബു എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എൻ്റെ, ഇത് എൻ്റെന്നാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആവുന്നതാണ് ഇങ്ങനെ. എൻ്റെന്നാണ് കേട്ടോ, എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നാണ്. അപ്പൊ ജഗ്ഗു എന്ത് പറയും? എവിടെയാണ് നിന്റെ കൃഷിത്തോട്ടം? സുബ്ബു, കാട്ടിനുള്ളിൽ. ജഗ്ഗു, എങ്ങനെയാണ് നീ കൃഷി പഠിച്ചത്? സുബ്ബു, രംഗൻ എന്നയാൾ കൃഷി ചെയ്യുന്നത് കണ്ടാണ് ഞാൻ വാഴ കൃഷി പഠിച്ചത്. ഇനി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും? ചിലപ്പോൾ ജഗ്ഗു ചോദിച്ചിട്ടുണ്ടാവില്ലേ സുബ്ബുവിന്റെ അടുത്ത്, എനിക്കും പറഞ്ഞു തരുമോ, എങ്ങനെയാണ് കൃഷി ചെയ്യാന്ന് എനിക്കും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എഴുതേണ്ടത്. ഈ വരികൾ എന്ത് ചെയ്യുക? പൂർത്തിയാക്കാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ. ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റ് 1. അടുത്ത വർക്ക്ഷീറ്റ് ആണിത്. എത്ര വീതം വാഴത്തൈകൾ? ഇത് വാഴത്തൈകളാണ് കേട്ടോ. ഈ വാഴത്തൈകൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര വാഴത്തൈകളാണ് ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. അതായത് 18 അല്ലേ, 18 വാഴത്തൈകളാണ് ഉള്ളത്. വീടിന് മുന്നിലും പിന്നിലുമായി എത്ര വീതം വാഴത്തൈകൾ നടാം? എഴുതി നോക്കൂ എന്ന് വെച്ചാൽ 18 ഉത്തരം വരണം. അപ്പൊ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്, കൂട്ടുമ്പോഴാണ് 18 ഉത്തരം വരുന്നത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 18, 10ന്റെ കൂടെ 10ന്റെ കൂടെ എത്ര പ്ലസ് ചെയ്യണം? നമ്മൾ മാത്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, 10ന്റെ കൂടെ എത്ര പ്ലസ് ചെയ്യുമ്പോഴാണ് 18 ആവുക എന്നുള്ളത്. അപ്പം വീടിന് മുന്നിൽ 10 നട്ട് കഴിഞ്ഞാൽ ബാക്കില്, പിന്നിൽ എന്ത് ചെയ്യണം? എത്ര നടണം? 10ന്റെ കൂടെ എത്ര പ്ലസ് ചെയ്താൽ 18 ആവും? 10 + 8. അതേപോലെ ഏതൊക്കെ പ്ലസ് ചെയ്യുമ്പോഴാണ് 18 ആവുക എന്നുള്ളത് എഴുതുക. അങ്ങനെ 4 രീതിയിലൂടെ എഴുതാനാണ് പറയുന്നത്. എല്ലാം നമ്മൾ എങ്ങനെ പ്ലസ് ചെയ്യുമ്പോഴും ആൻസർ എന്ത് വരണം? 18 വരാവൂ. ഇവിടെ ഏതൊക്കെ പ്ലസ് ചെയ്യാം? നമ്മൾ 13ഉം 5ഉം കൂടെ പ്ലസ് ചെയ്ത് നോക്കൂ, ആഡ് ചെയ്ത് നോക്കൂ. 18 ആൻസർ വരുന്നില്ലേ? അതേപോലെ എന്ത് ചെയ്യാം? 7ഉം 11ഉം 7ഉം 11ഉം കൂടെ പ്ലസ് ചെയ്ത് നോക്കിയാലും ഉത്തരം 18 ആണ്. അടുത്തത് എന്തൊക്കെ തമ്മിൽ? 12ഉം 6ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴും ആൻസർ എന്താണ്? 18 ആണ്. രണ്ടിടത്തും തുല്യമായി നട്ടാലോ എന്ന് വെച്ചാൽ എന്താണ്? വീടിന് മുന്നിലും പിന്നിലും ഒരേ നമ്പർ വാഴത്തൈകൾ വെക്കണം എന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയും ഒരേ നമ്പർ ആയിരിക്കണം. അപ്പൊ 18 നമുക്ക് എങ്ങനെയൊക്കെ തുല്യമാക്കാം? 9ഉം 9ഉം അല്ലെ, 9ഉം 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 കൂടെ കൂട്ടുമ്പോഴും ഉത്തരം എന്താണ്? 18, 18 ആണ് വരുന്നത്. അടുത്തത് 4ാമത്തെ വർക്ക്ഷീറ്റ് എന്താ? ഉപകരണങ്ങൾ കണ്ടെത്താം. സുബ്ബുക്കരടിയുടെ മുറിയിലെ ഉപകരണങ്ങൾ നോക്കൂ. ഇതൊക്കെ സുബ്ബുക്കരടിയുടെ മുറിയിലുള്ള ഉപകരണങ്ങളാണ്. ജഗ്ഗു എടുത്തവയും എടുക്കാത്തവയും കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അതായത് നമുക്ക് എങ്ങനെ പട്ടികപ്പെടുത്താം? കൃഷി ചെയ്യുന്നത്, അതായത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അല്ലാത്തവയും തമ്മിൽ നമുക്ക് പട്ടികപ്പെടുത്താൻ പറ്റും അല്ലെ. അപ്പൊ ജഗ്ഗുവും സുബ്ബുവും കൂടെ കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിൽ ജഗ്ഗു എന്തൊക്കെയായിരിക്കും കൃഷി ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പൊ ജഗ്ഗു എടുത്തവ എടുക്കാത്തവ, അതായത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നത് എന്തൊക്കെയായിരിക്കും? തൂമ്പ, അരിവാൾ, കൊട്ട അല്ലെ, ഇതൊക്കെ എടുത്തിട്ടുണ്ടാവും. എടുക്കാത്തവ എന്തൊക്കെയായിരിക്കും? കത്രിക, കത്തി, ചിരവ, ചുറ്റിക, സ്പൂണ്, സ്ക്രൂ ഡ്രൈവർ, ഇതൊക്കെ എടുക്കാത്തവ. അടുത്തത് വർക്ക്ഷീറ്റ് 5. എന്തെല്ലാം കാഴ്ചകൾ? ഇവിടെ നോക്കിയ ചിത്രം നമ്മുടെ ചോദ്യപേപ്പർ അത്ര ക്ലിയർ അല്ല. ഇവിടെ നോക്കൂ, അതായത് ഈ ചിത്രം അത്ര ക്ലിയർ അല്ല.
നമ്മുടെ ചന്തയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചന്തയിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഈ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതേപോലെ എക്സാമിന് എന്തുണ്ടാവും, ഒരു ചിത്രം തന്നിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വരികളാക്കിയിട്ട് സെന്റൻസുകളാക്കിയിട്ട് എടുത്ത് എഴുതാനുണ്ടാകും. ഇവിടെ ഇത് ചന്തയുടെ ചിത്രമാണ്. അപ്പൊ ചന്തയിലെ കാഴ്ചകൾ എന്തെല്ലാം എന്നുള്ളത് നോക്കിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പർ. അപ്പൊ എല്ലാവർക്കും ചോദ്യപേപ്പർ മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലുള്ള ഒരുപാട് മുൻവർഷ ചോദ്യപേപ്പറുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ചോദ്യപേപ്പറുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ മറ്റു ക്ലാസ്സുകൾ, 1ാം ക്ലാസ്സിലെ മറ്റു ക്ലാസ് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവരെങ്കിൽ തീർച്ചയായും കാണുക. അതിന്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.